ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാധാരണക്കാരൻ മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപം നടത്തുന്നത് എങ്ങനെ നിക്ഷേപം നടത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഗ്രോ ആപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷന് യാതൊരു തരത്തിലുള്ള സർവീസ് ചാർജും ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന പൈസ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റിൽ വെറും 10 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ടൊരു യൂസർ ഫ്രണ്ട്ലി ആപ്പാണെന്ന് പറയാം. അതുപോലെ നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്നു. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. രണ്ടും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസാണ് നൽകുന്നത്. ഇതുവരെ യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി റീസൺ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ഒന്നും ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ ഒരു ട്രസ്റ്റഡ് ആപ്പാണ് ഇത്. അപ്പോൾ ഗ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോവുക, അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക, അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ളൊരു പേജ് വരും. അതിൽ ജിമെയിലും ബാങ്കുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പരും പാൻ കാർഡും ഒരു പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ശേഷം പ്രൊഫൈൽ പിക്ചറിനോട് ക്ലിക്ക് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ നിങ്ങൾ ആഡ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ശേഷം പൈസ ആഡ് ചെയ്യാനായിട്ട് ആഡ് മണി കൊടുക്കുക. ഇപ്പോൾ ഒരു 100 രൂപ കൊടുക്കുക. അവിടെ നമുക്ക് ഗൂഗിൾ പേ ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ആഡ് മണി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് ആഡായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ എമൗണ്ട് 210 രൂപ കാണിക്കുന്നത്. ഇതിൽ മറ്റൊരു റിപ്പോർട്ട്സ് എടുക്കണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓർഡർ ഹിസ്റ്ററി നോക്കാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. P&L റിപ്പോർട്ട്, കോൺട്രാക്റ്റ് നോട്ട്, ഡിമാറ്റ് റിപ്പോർട്ട്, ടാക്സ് പ്രൂഫ്, അങ്ങനെ ഓരോന്നോരോന്ന് റിപ്പോർട്ട് എടുത്ത് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ ബില്ലും നമുക്ക് ആൾറെഡി അവർ ജിമെയിലിൽ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഷെയർ മാർക്കറ്റ് മേടിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ ഐഡിയയുടെയാണ് മേടിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിയും സെൻസസും ഉണ്ട്. ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള 2 എക്സ്ചേഞ്ചാണ് നിഫ്റ്റിയും സെൻസസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഐഡിയ സെർച്ച് ചെയ്യാം. നമുക്ക് ഏതിൻ്റെ വേണം മേടിക്കണത് അതിൻ്റെ സെർച്ച് ചെയ്യാം. അപ്പോൾ വോഡഫോൺ വന്നിട്ടുണ്ട്. ഐഡിയയുടെ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 11.40 രൂപ ഒരു ഷെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് പരിശോധിക്കാൻ പറ്റും. ഒരു വീക്കിനകത്തുള്ളതാണ്, ഒരു മന്തിനകത്തുള്ളതാണ്, 1 ഇയറിനകത്തുള്ളതാണ്. നമുക്ക് ഗ്രാഫ് വിശകലനം ചെയ്ത് നമുക്ക് നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം ഓരോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ താഴ്ന്നു പോയിട്ടുണ്ട്. 5 വർഷത്തെ ഗ്രാഫൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഐഡിയ നല്ല രീതിയിൽ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ പൈസ കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ മുടക്കി കൂടുതൽ ഷെയർ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഐഡിയയുടെ ഷെയർ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന് ലാഭം കിട്ടുന്നതായിരിക്കും. അതായത് ഇന്ന് ഒരു 10 ഷെയർ 100 കൊടുത്ത് 10 ഷെയർ മേടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു വർഷമൊക്കെ കഴിയണമെങ്കിൽ ഷെയറിൻ്റെ വില 1000 രൂപ ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ബൈ കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിവിടെ കൊടുക്കുക. അപ്പോൾ ഞാനൊരു 10 ക്വാണ്ടിറ്റിയാണ് മേടിക്കുന്നത്. അടിക്കുക. അതിൽ മാർക്കറ്റ് പ്രൈസ് വേണോ ലിമിറ്റ് ഓർഡർ വേണമെന്ന് കൊടുക്കുക. അതിൽ മാർക്കറ്റ് കൊടുക്കുക. ബൈ കൊടുക്കുക. അപ്പോൾ ബൈ സക്സസ്ഫുൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. അവർക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് അപ്രൂവ് ആവും. ഓർഡർ എക്സിക്യൂട്ട് 3/3 കാണിച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് അപ്രൂവ് ആയിക്കോളും. അപ്പോൾ ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും കറണ്ട് എത്ര പ്രോഫിറ്റിലാണോ നഷ്ടത്തിലാണോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഐഡിയയുടെ 21 ഷെയർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഡാഷ്ബോർഡിലെല്ലാം കാണിക്കുന്നതായിരിക്കും. ഇനി ഈ എമൗണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ബാലൻസ് 96 കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ EDS എന്ന് പറയുന്നത്. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറൊന്നും അല്ല. അപ്പം നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലുള്ള
ഷെയർ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു.